ആരാണ് ഗാംബിറ്റ്? എക്സ്മെൻ ഒറിജിൻസ് വോൾവറിലും അതേപോലെ തന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിലും ഗാംബിറ്റ് എന്ന ക്യാരക്ടറിനെ നമ്മൾ കണ്ടു. ഗാംബിറ്റ് ആരാണെന്നും ഗാംബിറ്റിന്റെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്നും അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഗാംബിറ്റിന്റെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് പോകാം. 1990-ൽ പുറത്തിറങ്ങിയ ദി അൺകാനി എക്സ്മെൻ എന്ന കോമിക്സിന്റെ 266-ാമത്തെ ഇഷ്യൂവിലാണ് ഗാംബിറ്റ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. റെമി ലെബു എന്നാണ് ഗാംബിറ്റിന്റെ യഥാർത്ഥ പേര്. ലൂസിയാനയിലെ ന്യൂ ഓർലിൻസിലാണ് റെമി ലെബു ജനിക്കുന്നത്. നമുക്കറിയാം, റെമി ലെബു അഥവാ ഗാംബിറ്റ് ഒരു മ്യൂട്ടന്റ് ആണ്. റെമി ജനിക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണുകൾക്ക് കടും ചുവപ്പ് കളറായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മാതാപിതാക്കൾ അവനെ ആശുപത്രിയിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കുന്നു. എന്നാൽ ന്യൂ ഓർലിൻസിലെ തീഫ് ഗിൽഡ് അഥവാ മോഷ്ടാക്കളുടെ ഒരു കൂട്ടം റെമിയെ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്നു. മാത്രമല്ല, ഈ തീഫ് ഗിൽഡിന്റെ നേതാവായ ജീൻ ലൂക്ക് ലെബു ആണ് പിന്നീട് അവനെ വളർത്തിയത്. അങ്ങനെയാണ് ഗാംബിറ്റിന് റെമി ലെബു എന്ന് പേര് കിട്ടിയത്. തീഫ്സ് ഗിൽഡ് റെമിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു കാരണമുണ്ട്. അതായത് ന്യൂ ഓർലിൻസിൽ രണ്ട് ഫാക്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് തീഫ്സ് ഗിൽഡും രണ്ട് അസാസിൻസ് ഗിൽഡും. തീഫ്സ് ഗിൽഡും അസാസിൻസ് ഗിൽഡും പണ്ട് മുതലേ ശത്രുക്കളാണ്. സോ ഇവരുടെ ഇടയിലുണ്ടായ ഒരു പ്രവചനം അനുസരിച്ച് തീഫ് ഗിൽഡും അസാസിൻസ് ഗിൽഡും അവർ തമ്മിൽ ഒന്നിക്കാനും അവരിൽ സമാധാനം കൊണ്ടുവരാനും ഒരു ചുവന്ന കണ്ണുള്ള ഒരു കുഞ്ഞ് കാരണമാകുമെന്നൊക്കെയാണ് പറയപ്പെട്ടത്. ഈ കാരണം കൊണ്ട് തന്നെ റെമി ലെബു തീഫ് ഗിൽഡിന്റെ ഇടയിൽ അറിയപ്പെട്ടത് ലേ ഡിയാബിൾ ബ്ലാങ്ക് എന്നാണ്. ലേ ഡിയാബിൾ ബ്ലാങ്ക് എന്നാൽ ദ വൈറ്റ് ഡെവിൾ എന്നാണ് അർത്ഥം. അങ്ങനെ തീഫ്സ് ഗിൽഡിന്റെ കൂടെ വളർന്നു വന്ന റെമി ലെബു തീഫ്സ് ഗിൽഡിന്റെ എല്ലാ തരം ആയോധന കലകളും അഭ്യസിച്ചു. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ കുറെ ആളുകൾ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് റെമി ലെബു കാണുകയും അവൻ ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തന്റെ എല്ലാ ശക്തിയും എടുത്ത് കീഴ്പ്പെടുത്തുന്നു. ആ പെൺകുട്ടി തീഫ്സ് ഗിൽഡിന്റെ ശത്രുക്കളായിരുന്ന അസാസിൻസ് ഗിൽഡിന്റെ നേതാവിന്റെ മകളായിരുന്നു. അങ്ങനെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം റെമി ലെബുവും അസാസിൻസ് ഗിൽഡിന്റെ നേതാവിന്റെ മകളായ ബെല്ലാഡോണയും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അവരുടെ ഈ തീരുമാനം തീഫ്സ് ഗിൽഡിനെയും അസാസിൻസ് ഗിൽഡിനെയും പരസ്പരം ഒന്നിപ്പിക്കാനും സമാധാനപരമായിട്ട് മുന്നോട്ടു പോകാനും കാരണമാക്കി. അങ്ങനെ റെമി ലെബുവും ബെല്ലാഡോണയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന സമയത്ത് ബെല്ലാഡോണയുടെ സഹോദരനായ ജൂലിയൻ ബ്രോഡക്സ് റെമിയെ ആക്രമിക്കുന്നു. കാരണം ജൂലിയന് തങ്ങളുടെ ശത്രുക്കളായ തീഫ്സ് ഗിൽഡിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. തന്റെ സഹോദരിയായ ബെല്ലാഡോണയെ തീഫ്സ് ഗിൽഡിന് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. ജൂലിയൻ റെമിയെ ഒരു പോരാട്ടത്തിനായിട്ട് ചാലഞ്ച് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇടയ്ക്ക് സെൽഫ് ഡിഫൻസിനായിട്ട് റെമി ലെബു തന്റെ പവേഴ്സ് കൊണ്ട് ആക്റ്റീവായ കത്തിയെടുത്ത് ജൂലിയന്റെ നെഞ്ചിൽ കുത്തുന്നതോടെ ആ കത്തി പൊട്ടിത്തെറിച്ച് ജൂലിയൻ മരിക്കുന്നു. അതോടെ തീഫ്സ് ഗിൽഡിന്റെയും അസാസിൻസ് ഗിൽഡിന്റെയും ശത്രുവായിട്ട് മാറുകയാണ് റെമി ലെബു. അവസാനം രണ്ട് ഗിൽഡും ഒരുമിക്കുകയും അവർ റെമി ലെബുവിനെ നാട് കടത്തുകയും ചെയ്യുന്നു. തന്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള പവേഴ്സ് മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന കുറ്റബോധം മൂലം എക്സ്മെന്റെ വില്ലനായ മിസ്റ്റർ സിനിസ്റ്ററിനെ കണ്ടുമുട്ടുകയും തന്റെ അൺകൺട്രോളബിൾ ആയ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുന്നു. റെമി ലെബുവിന് ഒരു ബ്രെയിൻ സർജറി ആവശ്യമാണെന്നും റെമിയുടെ ബ്രെയിനിലെ ഒരു ചെറിയ ഭാഗം സർജറിയിലൂടെ എടുത്തു മാറ്റിയാൽ റെമിക്ക് തന്റെ പവർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നും മിസ്റ്റർ സിനിസ്റ്റർ പറയുന്നു. പക്ഷെ താൻ അത് ചെയ്യണമെങ്കിൽ തനിക്കും തിരിച്ച് സഹായം ചെയ്തു തരേണ്ടി വരുമെന്നും മിസ്റ്റർ സിനിസ്റ്റർ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ സിനിസ്റ്റർ റെമി ലെബുവിനെ ബ്രെയിൻ സർജറി ചെയ്യുകയും അതോടെ റെമിക്ക് തന്റെ പവർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മിസ്റ്റർ സിനിസ്റ്റർ പറയുന്ന മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും റെമി ലെബു ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ സിനിസ്റ്റർ റെമിക്ക് അവസാനമായിട്ട് ഒരു ടാസ്ക് കൂടെ കൊടുക്കുന്നു. ഈ പ്രാവശ്യം മിസ്റ്റർ സിനിസ്റ്റർ ആ ടാസ്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും റെമിയോട് പറഞ്ഞില്ല. മിസ്റ്റർ സിനിസ്റ്ററിന് എക്സ്മെൻ വില്ലൻസിന്റെ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിനെ മാർലോക്സ് എന്ന മ്യൂട്ടന്റ് സൊസൈറ്റിയുടെ പക്കൽ എത്തിക്കണം. അതാണ് മിസ്റ്റർ സിനിസ്റ്റർ റെമി ലെബു അഥവാ ഗാംബിറ്റിന് കൊടുത്ത അവസാനത്തെ ടാസ്ക്.
മാർലോക്സ് എന്ന മ്യൂട്ടന്റ് സൊസൈറ്റിയുടെ പക്കലെത്തിയ മിസ്റ്റർ സിനിസ്റ്ററിന്റെ ഗ്യാങ് മാർലോക്സ് എന്ന മ്യൂട്ടൻസിനെ എല്ലാം അതിദാരുണമായിട്ട് കൊന്നുകളയുന്നു. ഗാംബിറ്റിന് ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. ഗാംബിറ്റ് മാർലോക്സിനെ രക്ഷിക്കാനാവുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും മിസ്റ്റർ സിനിസ്റ്ററിന്റെ വില്ലൻ ഗ്യാങ്ങിന്റെ മുന്നിൽ അധിക നേരം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഗാംബിറ്റിന് സാധിച്ചില്ല. എന്തായാലും ഒരു വിധത്തിൽ മാർലോക്സിന്റെ കൂട്ടത്തിലെ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഗാംബിറ്റിന് സാധിച്ചു. പിന്നീട് ഒരിക്കൽ ടെമ്പററി ആയിട്ട് കുട്ടിയുടെ രൂപത്തിലായ സ്റ്റോമിനെ ഗാംബിറ്റ് കണ്ടുമുട്ടുകയും അവളെ അവളുടെ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ ഗാംബിറ്റ് സഹായിക്കുകയും ചെയ്യുന്നു. തന്നെ സഹായിച്ച ഗാംബിറ്റിനെ താൻ ഉൾപ്പെടുന്ന ചാൾസ് സേവിയറുടെ എക്സ്മെൻ എന്ന ടീമിലേക്ക് സ്റ്റോം ക്ഷണിക്കുന്നു. അങ്ങനെയാണ് റെമി ലെബു അഥവാ ഗാംബിറ്റ് എക്സ്മെൻ എന്ന ടീമിലെ ഒരു മെമ്പർ ആകുന്നത്. ഏതൊരു വസ്തുവിനും തന്റെ പവേഴ്സ് ഉപയോഗിച്ച് കൈനറ്റിക് എനർജി കൊടുക്കാനും ആ വസ്തുവിനെ പെട്ടെന്ന് തന്നെ എക്സ്പ്ലോഡ് ചെയ്യിക്കാനും ഗാംബിറ്റിന് സാധിക്കും. താൻ എറിയുന്ന വസ്തുക്കൾ, അതിപ്പോൾ കത്തിയോ സ്റ്റാഫുകളോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് താൻ വിചാരിക്കുന്ന സ്ഥലത്ത് കൊള്ളിക്കാൻ ഗാംബിറ്റിന് സാധിക്കും. കാർഡ്സ് ആണ് റെമി ലെബു അഥവാ ഗാംബിറ്റ് കൂടുതലും ഉപയോഗിക്കുന്ന വെപ്പൺ. സോ ഗൈസ്, ഇതൊക്കെയാണ് റെമി ലെബു അഥവാ ഗാംബിറ്റിന്റെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ. എനിക്ക് പറ്റുന്ന പോലെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർവൽ കോമിക്സിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.